തീർച്ചയായിട്ടും സന്തോഷം. എൻ്റെ ഒരു പ്രത്യേകത, എനിക്ക് ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻസി ഇല്ല. ഞാൻ ആദ്യം ചെയ്യും, പിന്നെ അത് നിർത്തും, അങ്ങനെ ഏത് കാര്യം അങ്ങനെയാണ്. പക്ഷേ ടീച്ചറെ ക്ലാസ് ജോയിൻ ചെയ്യുന്ന ശേഷം എനിക്ക് നിർത്താൻ തോന്നിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യണം, അരങ്ങിയ. കാരണം ടീച്ചർ ടീച്ചിങ് സ്റ്റൈലിന്റെ ഒരു പ്രത്യേകതയാണത്. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് പഠിച്ച കാരണം ഇപ്പൊ പല മുദ്രകളൊക്കെ ടീച്ചർ പറയുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് ഞാൻ അറിയണത് തന്നെ. ടീച്ചറെ തീർച്ചയായിട്ടും എന്താ പറയാ, എന്തെങ്കിലും ട്യൂട്ടോറിയൽ കാണുകയാണെങ്കിലും വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. അപ്പൊ ഏത് സ്റ്റുഡന്റിനും നമുക്ക് ടീച്ചർ അടുത്ത് വന്ന് പഠിച്ചോളൂ എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന രീതിയിൽ പറ്റും. ഇത്ര കാലത്തെ ഇങ്ങനത്തെ സ്റ്റുഡൻസിന്റെ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് എൻജോയ് ചെയ്തത് നന്നായി ചെയ്തിട്ടുണ്ട്. റിഹേഴ്സലിനായിട്ട് കുറച്ചുകൂടി ഭംഗിയായി കളിച്ചു, തിരിച്ചുകൊണ്ട് കളിച്ചു. നന്നായിരുന്നു, നന്നായി കളിച്ചു. ഒരുപാട് രേഷ്മ നന്നായി കളിച്ചു. രാവിലത്തെ സമയം 9 to 10 നല്ല അന്തരീക്ഷം, നല്ല സ്റ്റേജ് ആയിരുന്നു. നന്നായി ചെയ്തു. ചേച്ചിയുടെ ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ഒരുപാട് നല്ല ആഗ്രഹം. பூவாசம் புறப்படும் பெண்ணே நான் பூவரைந்தால் தீ வந்து விரல் சுடும் கண்ணே நான் தீ வரைந்தால் உயிருள்ளதெல்லாம் உயிர் கொள்ளும் என்றால் உயிருள்ள நானோ என்ன ஆகுவேன்? உயிர் வாங்கிடும் ஓவியம் நீயடே. നമസ്കാരം, എൻ്റെ പേര് കലാമണ്ഡലം സുജിത സുധീഷ്. ഇന്ന് നമ്മൾ ഒരു അരങ്ങേറ്റത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് പഠിക്കുന്ന രേഷ്മ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ്. അപ്പോൾ രേഷ്മയുടെ അരങ്ങേറ്റമാണ്, സിംഗിളായിട്ടുള്ള അരങ്ങേറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ മറ്റെല്ലാ സ്റ്റുഡൻസും 1 വർഷം അങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് അരങ്ങേറ്റം ചെയ്യാറ്. രേഷ്മ എൻ്റെ അടുത്ത് ഒരു 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ രേഷ്മ ചെറുപ്പത്തിൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും ആള് പെട്ടെന്ന് ചെയ്യുന്നൊരിതായിരുന്നു. പിന്നെ കുറേയൊക്കെ ഒറ്റയ്ക്ക് കണ്ടു പഠിച്ചു വരുന്ന ഒരു നല്ലൊരു കുട്ടിയും കൂടി ആയിരുന്നു. അതുകൊണ്ടാണ് ഒരു 6 മാസത്തിൽ നമുക്ക് രേഷ്മയുടെ അരങ്ങേറ്റം ചെയ്യാൻ പറ്റിയത്. നമുക്ക് രേഷ്മയുടെ ഓർണമെന്റ്സും അതുപോലെ ഡ്രസ്സും അതേപോലെ സർട്ടിഫിക്കറ്റ്, മൊമെന്റോ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. രേഷ്മയ്ക്ക് നമ്മൾ ഭരതനാട്യം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കല്യാണിൽ നിന്നാണ് സാരി എടുത്തത്. അപ്പോൾ നമുക്ക് സാരി ഒന്ന് കാണാം. രേഷ്മയ്ക്ക് യെല്ലോ കളറും റെഡും ആയിട്ടുള്ളൊരു ഇത് വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് അതുപോലെ തന്നെ ഒരു സാരി കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മളിതേ ഇവിടെ കാണിക്കുന്നത്. രേഷ്മയ്ക്ക് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഡ്രസ്സിൻ്റെ സാരിയുടെ കളർ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേഷ്മയ്ക്ക് ഇത് മതി, ഇതൊരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എടുത്തതാണിത്. ഒരു ഡ്രസ്സ് മാത്രമാണ് നമ്മളിവിടെ ഡാൻസ് കളിക്കുമ്പോൾ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ യെല്ലോ ആയിട്ട് അങ്ങനെ മതി എന്നാണ്. ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് ഒരു റെഡിലോട്ടായിട്ടാണ് ബ്ലൗസിൻ്റെ ഭാഗം വരുന്നത്. അപ്പം ഇനി നമുക്ക് ഈ സാരീനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഭരതനാട്യം കോസ്റ്റ്യൂമായിട്ട് കാണാം. രേഷ്മയുടെ ഡ്രസ്സ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇതാണ് കളറ് വരുന്നത്. നമ്മുടെ ബ്ലൗസ് ഇതാണ്. രേഷ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സാരിയൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ എടുത്തതാണ്. ഇത് നമ്മുടെ ചെറുത്, നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിലോട്ടുള്ളത്. ഇത് പിന്നെ ബാക്ക് സീറ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ടിലോട്ടായിട്ട് നമ്മൾ വെക്കുന്നതാണിത്. ഇതാണ് നമ്മുടെ പാൻറ് വരുന്നത്.
നമ്മുടെ അടുത്ത് സിംഗിളായിട്ട് അരങ്ങേറ്റം ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ എല്ലാ കുട്ടികൾക്കും നമ്മൾ നടരാജ വിഗ്രഹം കൊടുക്കാറുണ്ട്. പക്ഷെ സിംഗിളായിട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ കുറച്ച് വലിയൊരു നടരാജനാണ് കൊടുക്കാറ്. ആ നടരാജ വിഗ്രഹമാണിത്. അതുപോലെ നമ്മൾ രേഷ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ചെറിയൊരു മൊമെൻ്റോ ആണ്. അതേപോലെ നമ്മൾ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ പേരിൽ അരങ്ങേറ്റം കഴിയുന്ന എല്ലാവർക്കും നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതേ നമ്മളൊരു സർട്ടിഫിക്കറ്റും രേഷ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ രേഷ്മയ്ക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒന്ന് കണ്ടു നോക്കാം. രേഷ്മയ്ക്ക് നമ്മൾ ഒരു ഡ്രസ്സാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ജോഡി ഓർണമെൻറ്റ്സ് ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. നമ്മൾ ഈ പ്രാവശ്യത്തെ ലോങ് ചെയിൻ ഇതാണ് വരുന്നത്. അതേപോലെ നമ്മുടെ നെക്ലസ് ഇതാണ്. നമ്മുടെ കമ്മൽ ഈ പ്രാവശ്യം ഇങ്ങനത്തെ ഒരു മോഡലാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഇതുവരെ നമ്മുടെ കുട്ടികൾ ഇടാത്തൊരു മോഡലാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ അങ്ങനെ എടുത്തതാണ്. നമ്മുടെ ബെൽറ്റ് ഇങ്ങനൊരു മോഡലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹെഡ്സെറ്റ് ഇതാണ് ഈ പ്രാവശ്യത്തെ. നമ്മുടെ ക്രൗണും പിന്നെ നമ്മൾ മുടിയിലോട്ട് വെക്കുന്നതാണ്. നമ്മൾ 2 മൂക്കുത്തിയാണ്. നമ്മൾ അതിലേതാ നല്ലത് വെച്ചാൽ അത് നോക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ 2 കൈയിലോട്ടുമായിട്ട് ഇടാനായിട്ട് മോതിരങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതെല്ലാമാണ് രേഷ്മയ്ക്കായിട്ട് വാങ്ങിച്ചത്. അതുപോലെ നമ്മൾ രേഷ്മയ്ക്കായിട്ട് മുടിയിലോട്ടുള്ളതാണ് അടുത്തത് നമ്മൾ വാങ്ങിച്ചെടുക്കുന്നത്. ഇത് മുടിയാണ്. പിന്നെ അതേപോലെ അതിന് നമ്മൾ മുല്ലപ്പൂവായിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ നമുക്ക് ചരട്, സ്ലൈഡ്, അങ്ങനെ കുഞ്ചലം, സേഫ്റ്റി പിൻ, നമ്മൾ പിന്നെ വട എന്നുള്ളത് നമ്മൾ വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളങ്ങനെ റിങ് വെക്കാറില്ല, എന്നാലും നമ്മളത് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ അടുത്തത് ചിലങ്കയാണ്. അപ്പോൾ രേഷ്മയ്ക്കായിട്ട് നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനത്തെ ചിലങ്കയാണ് വാങ്ങിച്ചത്. 101 മണിയുള്ളതാണ്. നമ്മുടെ റിഹേഴ്സൽ നമ്മളിവിടെ ഗുരുവായൂരിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. തലേ ദിവസമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് നമ്മുടെ മാഷന്മാരെ പരിചയപ്പെടാം. എല്ലാ പ്രാവശ്യവും നമ്മുടെ കൂടെയുള്ള നമ്മുടെ സാറുമാർ തന്നെയാണ്. നമുക്ക് അവരോട് അഭിപ്രായം കൂടി ചോദിക്കാം. മാഷ എങ്ങനെയുണ്ട് കളിക്കണത്? വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ വളരെ ഇൻവോൾവ്മെന്റ് ഉണ്ട്.
അതാണ് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യണം. ഒരു വഴിപാടായിട്ട് ചെയ്യല്ല, നന്നായിട്ട് ചെയ്യും. കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ എന്റെ സ്റ്റുഡന്റ് അതിന്റെ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ട്. അല്ല പിന്നെ പൊതുവെ ഒറ്റയ്ക്ക് കളിക്കാനുള്ള ഒരു നല്ല കഴിവുള്ള കുട്ടിയാണ്. അപ്പൊ പിന്നെ നമ്മള് ചെറുതായൊന്ന് നമ്മള് എക്സ്പ്രഷനും എല്ലാം അതുപോലെ ആ എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് നന്നായിട്ട് നമുക്ക് ചെയ്യും. വളരെ പിന്നെ നാളെ നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ. നന്നായി ചെയ്യണം. അങ്ങനെ എങ്ങനെയുണ്ട്, കളിക്കുന്നുണ്ടോ? രേഷ്മ ശരിക്കും നല്ല ഡാൻസിങ് ടാലന്റ് ഉള്ള കുട്ടിയാണ്. നന്നായി ചെയ്തു. ഫസ്റ്റ് പെർഫോമൻസ് തന്നെ എത്ര നന്നായി ചെയ്തു ഇറങ്ങിയത്. പിന്നെ എന്തായാലും നന്നായി ചെയ്തു. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് അരങ്ങേറ്റം ചെയ്യാൻ പറ്റിയിട്ടില്ല. കാണുമ്പോ നമുക്ക് ആ വൃത്തി കണ്ടാൽ അതുണ്ട്. ഒറ്റയ്ക്ക് പഠിക്കാനുള്ള നല്ല കഴിവുള്ള കുട്ടിയാണ്. ഞാൻ കുറച്ച് പഠിപ്പിച്ചിട്ടുള്ളൂ. കാല് പഠിച്ച ഇതൊക്കെ കറക്റ്റ് ആണ്. താളം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നീ ഇതുപോലെ നാളെ നന്നായി ചെയ്യാം. എങ്ങനെയുണ്ട് രേഷ്മ കളിച്ചത്? രേഷ്മ പട്ടാമ്പി അല്ലേ? രേഷ്മ നന്നായിരുന്നു. 6 മാസം കൊണ്ടുള്ള പഠനം പോലെ തോന്നിയില്ല. നന്നായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ ഭാഗ്യങ്ങളും നേരുന്നു. തുടർന്നും പഠിക്കുക, നിർത്താണ്ട് പോവാ. നമുക്ക് രേഷ്മയെന്ന് പരിചയപ്പെടാം. ഇന്ന് എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് പഠിക്കുന്ന ഒരു മോളുടെ അരങ്ങേറ്റാണ്. അപ്പൊ നമുക്ക് മോളെ ഒന്ന് പരിചയപ്പെടാം. പേര് പറയൂ. രേഷ്മ എന്നാണ്. രേഷ്മ പട്ടാമ്പിയാണ് സ്ഥലം. കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. എന്തായിട്ടോ അവിടെ വർക്ക് ചെയ്യുന്നത്? റേഡിയോഗ്രാഫർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ അടുത്ത് ഇപ്പൊ കുറച്ചായിട്ടല്ലോ പഠിക്കാൻ തുടങ്ങിയിട്ട്? 6 മാസം ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഒരാള് 6 മാസമായിട്ട് അരങ്ങേറ്റം ചെയ്യണത്. എല്ലാവരും ഏകദേശം 1 വർഷം അല്ലെങ്കിൽ 1 വർഷത്തിൽ കൂടുതലൊക്കെ ആയിട്ടുള്ളവരാണ് അരങ്ങേറ്റം ചെയ്തിട്ടുള്ളത്. അപ്പൊ രേഷ്മ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഡിസ്കണ്ടിന്യൂ ആയി, പിന്നെ തുടർന്നിട്ടില്ല. പഠിക്കണത്. രേഷ്മ എന്തായാലും ആദ്യം തൊട്ട് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ ഐറ്റത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. രേഷ്മ പിന്നെ കണ്ടു പഠിക്കുകയായിരുന്നു. നമ്മൾ പൊതുവെ എല്ലാ കുട്ടികളും അങ്ങനെയൊന്നല്ല. അപ്പൊ എൻ്റെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് നമ്മളിപ്പോ ഒരു സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുത്താൽ 1 2 രേഷ്മ ഇങ്ങോട്ട് പഠിച്ചു വരികയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അരങ്ങേറ്റം ഒന്ന് പെട്ടെന്ന് ആവുകയും ചെയ്തത്. ചെറുപ്പത്തിൽ പഠിച്ച് പൈറ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നോ? അടവുകള് മാത്രമായിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ കുട്ടിയാകുമ്പോ കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ശരി. വീട്ടിലാരൊക്കെ? വീട്ടില് ഹസ്ബൻഡ്, അമ്മ, അച്ഛനല്ല. ഹസ്ബൻഡും പുറത്തന്നെയാണ്, ബഹ്റൈനിലാ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. രേഷ്മ എങ്ങനെയാ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണോ അതോ ഇൻസ്റ്റാ പേജ്? ടീച്ചറുടെ ഒരു സ്റ്റുഡന്റ് റെഫർ ചെയ്യാ ചെയ്തത്. അങ്ങനെ പിന്നെ ഞാൻ സെർച്ച് ചെയ്തിട്ട് കോൺടാക്ട് നമ്പർക്ക് എൻക്വയറി ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്യാ ചെയ്തത്. എന്തായാലും ഇതുവരെയൊക്കെ നമ്മൾ പഠിച്ചതും ഇതിലൊക്കെ സന്തോഷമാണല്ലോ. തീർച്ചയായിട്ടും സന്തോഷം. എന്റെ ഒരു പ്രത്യേകത, എനിക്ക് ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻസി ഇല്ല. ഞാൻ ആദ്യം ചെയ്യും, പിന്നെ അത് നിർത്തും. അങ്ങനെ ഏത് കാര്യം അങ്ങനെയാണ്. പക്ഷെ ടീച്ചറെ ക്ലാസ് ജോയിൻ ചെയ്യുന്ന ശേഷം എനിക്ക് നിർത്താൻ തോന്നിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യണം അരങ്ങിയ. കാരണം ടീച്ചർ ടീച്ചിങ് സ്റ്റൈലിന്റെ ഒരു പ്രത്യേകതയാണത്. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് പഠിച്ച കാരണം ഇപ്പൊ പല മുദ്രകളൊക്കെ ടീച്ചർ പറയുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് ഞാൻ അറിയണത്. ടീച്ചറെ തീർച്ചയായിട്ടും എന്താ പറയാ, എന്തെങ്കിലും ഇപ്പൊ ട്യൂട്ടോറിയൽ കാണുകയാണെങ്കിലും വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. അപ്പൊ ഏത് സ്റ്റുഡന്റിനും നമുക്ക് ടീച്ചർ അടുത്ത് വന്ന് പഠിച്ചോളൂ എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന രീതിയിൽ പറ്റും. അല്ല, നമ്മള് പഠിപ്പിക്കല് മാത്രല്ല കേട്ടോ, അപ്പുറത്തുള്ള കുട്ടി നന്നാവണമെന്നേ ഞാൻ പറയുള്ളൂ. നമ്മള് പറയുന്ന പോലെ പഠിച്ചു വരണം. അപ്പൊ അത് ഇപ്പൊ രേഷ്മ ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. പൈറ്റാണെച്ചാലൊക്കെ രേഷ്മ ഒരുപാട് കണ്ടു പഠിച്ചിട്ടാ ചെയ്യുന്നത്. കുറച്ച് ഭാഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് രേഷ്മയിലൊരു കഴിവുണ്ട്. അത് ഓരോരുത്തർക്ക് ചെറുപ്പം മുതൽക്കേ ഉണ്ടാവുന്ന ഒരു കഴിവുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഡാൻസിൽ സ്വന്തം ഒരു കഴിവുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇന്നിപ്പോ നമുക്ക് ഭഗവാന്റെ മുന്നിൽ കളിക്കാനുള്ള ഒരു അനുഗ്രഹത്താൽ നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ നമ്മുടെ അരങ്ങേറ്റാണ്. അതും റിഹേഴ്സലൊക്കെ ഇപ്പൊ നന്നായിട്ട് നടന്നിട്ടുണ്ട്. എല്ലാവരും പാട്ടുകാരും അവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞു. നമുക്ക് അവര് പറയാ വേണ്ടത് നന്നായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതുണ്ട്. ഇനിയിപ്പോ നമുക്ക് നാളെ എന്തായാലും അവിടുന്ന് ഭഗവാന്റെ മുന്നിൽ ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്തായാലും കാണാം. നന്നായി കളിക്കാൻ കഴിയട്ടെ. നമ്മുടെ കൂടെ രേഷ്മയുടെ ഹസ്ബൻഡാണ്. അപ്പൊ പേരെന്തായിരുന്നു? പ്രശാന്താണ്. എവിടെ വർക്ക് ചെയ്യുന്ന? ബഹറിലാണ് അല്ലെ? എന്തായാലും രേഷ്മേനെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിലൊക്കെ നല്ലത്. കാരണം ആഗ്രഹമായിരുന്നു ഇവിടെ അരങ്ങേറ്റം നടത്തണം. ടീച്ചർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, നമുക്ക് നിങ്ങള് ഫാമിലി ഒപ്പം ഉണ്ടെച്ചാൽ മാത്രമാണ് അവർക്ക് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മള് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതൊക്കെ ആവുമ്പോ നിങ്ങളുടെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ വന്ന് ചെയ്യാനും പറ്റിയിരിക്കുന്നത്. നന്നായി ചെയ്യണുണ്ട് രേഷ്മ. അതുണ്ട്. അല്ല, സ്വന്തമായിട്ട് കുറച്ച് കഴിവുണ്ട്. അപ്പൊ പിന്നെ അത് ഇപ്പോഴായിരിക്കാം
ഇപ്പൊ നമ്മൾ ആ ചെറുപ്പത്തിൽ ചിലപ്പോൾ അരങ്ങേറ്റം നടക്കേണ്ട ഇപ്പോഴായിരിക്കും നമുക്ക് ചെയ്യാനുള്ള ഒരു യോഗം ആ നിമിത്തം ഉണ്ടാവുക. അപ്പൊ ഉള്ളത് നാളെ നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്തായാലും. അങ്ങനെ നമുക്ക് ഈ പ്രാവശ്യം മേക്കപ്പിന് പുതിയൊരു കുട്ടിയാണ് വന്നിരിക്കുന്നത്. സുരേഷാണ്. നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ പ്രാവശ്യം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരാളാണ് വന്നിരിക്കുന്നത്. നമുക്ക് അറിയുന്ന ഒരു കുട്ടി തന്നെയാണ്. ഹായ്, എൻ്റെ പേര് സുരേഷ്. ഒറ്റപ്പാലമാണ് എൻ്റെ സ്ഥലം. ഞാൻ ടീച്ചറിനെ ഇതിന് മുന്നേ അറിയാം. ഇപ്പോൾ ടീച്ചർ വർക്ക് ചെയ്യാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. മുന്നേ കുട്ടി കുറെ പേരുള്ളപ്പോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾ ഒറ്റയ്ക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെ ചെയ്യുന്നത്. എവിടെ? അമ്പലപ്പാറയാണ് അല്ലേ? അമ്പലപ്പാറ. ആ, പിന്നെ ഒരാളും കൂടി ഉണ്ട്. പേരെന്തായിരുന്നു? എൻ്റെ പേര് അമൃത. അമൃത. അമൃതയും കൂടി നമുക്ക് കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് അവരുടെ മേക്കപ്പ് ഒന്ന് കണ്ടു നോക്കാം. മനവ്യാലകിം ചരാദടേ മനവ്യാലകിം ചരാദടേ മനവ്യാലകിം ചരാദടേ മനവ്യാലകിം ചരാദടേ മനവ്യാലകിം ചരാദടേ മർമ്മമില്ലതിൽ വേദനെ മനസാമനവ്യാലകിം ചരാദടേ മർമ്മമില്ലതിൽ വേദനെ മനസ മനവ്യാലകിം ചരാദടേ. ഗനുടൈന ഗനുടൈന ശ്രീ രാമചന്ദ്രുനി ഗനുടൈന ശ്രീ രാമചന്ദ്രുനി ഗനുടൈന ശ്രീ രാമചന്ദ്രുനി കരുണാതരംഗ മുതെളിസിനന ഗനുടൈന ശ്രീ രാമചന്ദ്രുനി കരുണാതരംഗ മുതെളിസിനന മനവ്യാലകിം ചരാ. നമ്മുടെ തൊട്ട് മുന്നത്തെ അരങ്ങേറ്റം ചെയ്തത് നൈസിയാണ്. അപ്പോൾ നൈസി നമ്മുടെ രേഷ്മയോട് ഒരു ചെറിയൊരു ആശംസ പോലെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് രേഷ്മയ്ക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാം. നമസ്കാരം, എൻ്റെ പേര് നൈസി അഗസ്റ്റിൻ. ഞാൻ കലാമണ്ഡലം സുജിത മാമിൻ്റെ ഓൺലൈൻ സ്റ്റുഡൻ്റാണ്. കുവൈറ്റിൽ നിന്നുള്ള രേഷ്മയ്ക്ക് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഏറ്റവും നന്നായി തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.
രേഷ്മ നമുക്കെല്ലാവർക്കും ദക്ഷിണ തരുന്നതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് കാണാം. രേഷ്മ 4 ഐറ്റങ്ങളാണ് കളിക്കുന്നത്. അപ്പോൾ അതിലാദ്യമായി കളിക്കുന്നത് നമ്മൾ തോടയമാണ്. അപ്പോൾ നമുക്ക് ആ തോടയം ഒന്ന് കളിക്കുന്നതൊന്ന് കണ്ടു നോക്കാം.
അടുത്തതായി രേഷ്മ ചെയ്യുന്നത് ദേവി നീയേ തുണേ എന്നുള്ളൊരു ദേവിയുടെ ഡാൻസ് ആണ്. അപ്പൊ നമുക്കതൊന്ന് കണ്ടു നോക്കാം. അടുത്തതായി രേഷ്മ കളിക്കുന്നത് ചിന്നഞ്ചിരു കിളിയേ എന്നുള്ളൊരു ഡാൻസ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്ക് കണ്ടു നോക്കാം.
അടുത്തതായി ചെയ്യുന്നത് കുഴലൂതി മനമെല്ലാം എന്ന് തുടങ്ങുന്ന ഒരു കൃഷ്ണന്റെ ഒരു ഡാൻസ് ആണ്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. കുഴലൂതി മനമെല്ലാം കൊള്ളൈ കൊണ്ട് വെള്ളം കുറയേതും എനക്കേ നടി. കുഴലൂതി മനമെല്ലാം കൊള്ളൈ കൊണ്ട് വെള്ളം കുറയേതും എനക്കേ നടി. സഖിയേ കുഴലൂതി മനമെല്ലാം കൊള്ളൈ കൊണ്ട് വെള്ളം കുറയേതും എനക്കേ നടി. സഖിയേ കുഴലൂതി മനമെല്ലാം കൊള്ളൈ കൊണ്ട് വെള്ളം കുറയേതും എനക്കേ നടി. സഖിയേ അഴകാന മയിലാടവും മിക മിക അഴകാന മയിലാടവും മിക മിക അഴകാന മയിലാടവും കാറ്റിലസൈതാടും കൊടി പോലവും அகமகிழ்ந்திடவும் நிலவொளி தனிலே தன்னை மறந்து பொழுது அசைதோடி மிக இசைதோடி வரும் மலவு காண ஒரு மனம் நாட தகுமி குயன ஒரு பதம் பாட தகின ததுமி என நடமாட கல்று பசுயினவும் நின்று முளை சூடு மகர குண்டலம் ஆடவும் மகர നമ്മുടെ അരങ്ങേറ്റമൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സാറന്മാരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് രേഷ്മ നന്നായി കളിച്ചോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ നമ്മുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട്. റിഹേഴ്സലിന് പറഞ്ഞ മാതിരി തന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാള് ഇത്ര കാലത്തെ ഇങ്ങനത്തെ സ്റ്റുഡൻസിന്റെ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് എൻജോയ് ചെയ്ത ആള് നല്ലത് നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടിയോട് തുടരണം എന്ന് പറയാ. മാഷ എങ്ങനെയുണ്ട് രേഷ്മ കളിച്ചത്? മനോഹരമായിരുന്നു. റിഹേഴ്സലിനായിട്ട് കുറച്ചുകൂടി ഭംഗിയായി കളിച്ചു, തിരിച്ചുകൊണ്ട് കളിച്ചു. നന്നായി തുടർന്ന് പഠിക്കട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. ടീച്ചർക്കും ഭാവങ്ങൾ. മാഷെ എങ്ങനെയുണ്ട്? നന്നായി രേഷ്മ നന്നായി കളിച്ചു. രാവിലത്തെ സമയം 9 to 10 നല്ല അന്തരീക്ഷം, നല്ല സ്റ്റേജ് ആയിരുന്നു. നന്നായി ചെയ്തു. രേഷ്മയുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കണ്ടിട്ട് രേഷ്മ ചെയ്തത് ഇഷ്ടമായോ എന്നുള്ള കാര്യം നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ രേഷ്മയുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രേഷ്മയുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് രേഷ്മ കളിച്ചതൊക്കെ അവർക്ക് ഇഷ്ടമായോ എന്നുള്ളത് നമുക്ക് ചോദിക്കണല്ലോ. അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. ഇത് ഹസ്ബൻഡിന്റെ അമ്മയാണ്, ഏട്ടന്റെ അമ്മയാണ്, ഇത് അച്ഛനാണ്. അമ്മയോട് അമ്മയ്ക്ക് ഇഷ്ടമായോ? സൂപ്പറായിട്ടോ, സൂപ്പറായി. നന്നായി ചെയ്തു. നന്നായി കളിച്ചു. ഇഷ്ടായല്ലോ. കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ആള് നന്നായി കളിച്ചതില്. 5-6 മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നല്ല കഴിവുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്നൊക്കെ ചെയ്തതുമാണ്. ഇഷ്ടായല്ലോ. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ഇഷ്ടായോ? നന്നായിരുന്നു. ഇതെന്റെ ചേച്ചിയാണ്. ചേച്ചി നന്നായിരുന്നല്ലോ. നന്നായിരുന്നു. നന്നായി കളിച്ചു. ഇഷ്ടായല്ലോ. ഇഷ്ടമല്ല, ഒരുപാട് ഇഷ്ടമായി. ഇതിന് അനിയനാണ്. ഇഷ്ടായല്ലോ എല്ലാവർക്കും.
ചേച്ചിയുടെ ഹസ്ബൻഡാണ് കീപ് ഇറ്റ് അപ്പ് കീപ് ഇറ്റ് അപ്പ്. ഇത് ഏട്ടനാണ് ചേച്ചിയുടെ ചേച്ചി ഒരുപാട് ഇഷ്ടമായി. ചേച്ചിയുടെ ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ഒരുപാട് നാളത്തെ ആഗ്രഹം. ഇത് അമ്മായി ഇതെന്റെ ചേച്ചിയാണ്. ഇഷ്ടായോ കളിച്ചതൊക്കെ? പിന്നെ രേഷ്മ, നമ്മുടെ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞു. രേഷ്മയ്ക്ക് എങ്ങനെ കളിച്ചതിന് ഭയങ്കര സന്തോഷമായോ? നമ്മൾ ആഗ്രഹിച്ച പോലെ കളിക്കാൻ പറ്റിയോ? ടീച്ചർ ഒരുപാട് സന്തോഷമായി. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ടീച്ചറിലൂടെ സാധിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ വലിയ കുഴപ്പമില്ലാതെ കളിച്ചു എന്നാണ് തോന്നുന്നത്. പിന്നെ പ്രശ്നങ്ങളൊന്നും, കാലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വലിയ കുഴപ്പമില്ലാതെ ഞാനും കളിക്കാൻ പറ്റി. അപ്പൊ ടീച്ചറുടെ അണ്ടറിൽ പഠിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതെ, നമുക്ക് ഓരോ സമയം പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചെറുപ്പത്തിൽ നമുക്ക് അരങ്ങേറ്റം ചെയ്യാൻ ഇപ്പോഴായിരിക്കും നമുക്ക് സമയമായിട്ട് സമയം തന്നെ ഭഗവാന്റെ മുന്നിൽ ചെയ്യാനും പറ്റും. ഉള്ളത് നമ്മൾ കളക്ട് ചെയ്ത് നമുക്ക് സന്തോഷത്തിലാണല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും നന്നായി ചെയ്യാൻ പറ്റി. അതെ. നമ്മളെല്ലാ പ്രാവശ്യവും ഒരു ചെറിയൊരു കൃഷ്ണനെ വാങ്ങിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഒരു കുഞ്ഞൊരു കൃഷ്ണനെ വാങ്ങിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു കുഞ്ഞൊരു കൃഷ്ണനെ വാങ്ങിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചതേ നമ്മുടെ അടുത്ത് ഇല്ലാത്തൊരു മോഡൽ നോക്കിയിട്ടുള്ള ഈ ഒരു കൃഷ്ണനെയാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായല്ലോ. എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക, അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മുടെ രേഷ്മയുടെ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി രേഷ്മയുടെ വീട്ടിലേക്കും ഞങ്ങളുടെ വീട്ടിലേക്കും പോവുകയാണ്. ഒക്കെ നല്ല രീതിയിൽ നടന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. രേഷ്മ, അപ്പൊ ഇതിപ്പോ അതുണ്ട്, ഇനിയും കാണാൻ കഴിയട്ടെ. ഡാൻസ് ഒക്കെ തുടർന്ന് പഠിക്കാനും അതുണ്ട്. അടുത്ത